പൊതുവിൽ കാര്യങ്ങളെല്ലാം സമാധാനത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് വിശ്വസിപ്പിക്കുക. സമാന്തരമായി വലിയ തോതിൽ സൈനിക വിന്യാസവും യുദ്ധനീക്കങ്ങളുമെല്ലാം ഊർജിതമാക്കുക. ഇതാണ് ഇന്നലെ മുതൽ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞാണ് ഇറാനും വലിയ തോതിൽ ബലം പിടിക്കുന്നതും. എന്താണ് ഇന്നലെ മുതൽ പശ്ചിമേഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സമാധാനം എന്ന് പറയുമ്പോഴും യുദ്ധത്തിന്റെ തീ പുകയുന്നത് പശ്ചിമേഷ്യയിൽ തുടരുകയാണ്. വിചിത്രമായ സാഹചര്യമാണ് ഇപ്പോൾ ഇറാൻ US ബന്ധത്തിൽ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി വെടിനിർത്തൽ നീട്ടാമെന്നും ശാശ്വതമായ സമാധാന കരാറിന് അടുത്താണെന്നും ആവർത്തിച്ച് പറയുമ്പോഴും യുഎസിന്റെ സൈനിക നീക്കങ്ങൾ തികച്ചും വിപരീത ദിശയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആൾഫോർഡ് തീപിടുത്തത്തെ തുടർന്ന് ഗ്രീസിലേക്ക് മടങ്ങിയിരുന്നു. അത് വീണ്ടും ഇപ്പോൾ ചെങ്കടൽ ലക്ഷ്യമാക്കി എത്തുകയാണ്. പശ്ചിമേഷ്യയിലാകെ US സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഹോർമോസ് കടലിടുക്കിലെ ഉപരോധം കൂടുതൽ കടുപ്പിക്കുകയും ചെയ്യുന്നു. ഇത് സമാധാനത്തിലേക്കുള്ള പാതയാണോ അതോ തുടർ യുദ്ധത്തിലേക്കുള്ള തയ്യാറെടുപ്പാണോ എന്ന ചോദ്യം ഉയരുകയാണ്. US മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ഹോർമോസ് കടലിടുക്കിലെ US നീക്കങ്ങൾ ആശങ്കയുള്ളതാണ്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കും പുറത്തേക്കുമുള്ള എല്ലാ കപ്പൽ ഗതാഗതവും തടയുന്ന ഉപരോധം തുടരുന്നുണ്ട്. US സെൻട്രൽ കമാൻഡ് പറയുന്നത് ഉപരോധം ആരംഭിച്ച ശേഷം 23ലധികം കപ്പലുകളെ തിരിച്ചുവിട്ടതായാണ്. എന്നാൽ ഈ ഡാറ്റകളിൽ വ്യത്യാസമുണ്ട്. ഉപരോധത്തിന് ശേഷവും ഹോർമോസ് കടന്നുപോയ നിരവധി ഓയിൽ ടാങ്കറുകളും കാർഗോ ഷിപ്പുകളുമുണ്ട്. ഇതിൽ പലതും US ഉപരോധമുള്ളവയും ചൈന, UAE, ഇറാൻ കമ്പനികളുമായി ബന്ധപ്പെട്ടവയുമാണ്. ഇറാൻ സമുദ്രത്തിൽ തങ്ങളുടെ നിയന്ത്രണം ശക്തമാക്കി ചില വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഹോർമോസ് കർശനമായി ഞങ്ങൾ തന്നെ നിയന്ത്രിക്കുന്നു എന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ ഷിപ്പിംഗ് കമ്പനികൾ ഭയന്ന് മാറി നിന്നിരുന്നു. എന്നാൽ ചില ധാരണകളുടെ പുറത്ത് കഴിഞ്ഞ ദിവസം ഹോർമോസ് തുറന്നു. പക്ഷെ വൈകിട്ടോടെ വീണ്ടും ഇറാൻ അടച്ചു. ഇതിന് ഇറാൻ പറയുന്ന കാരണം ഇതാണ്. ഇക്കാണും വിധത്തിലാണ് യുദ്ധസമയത്ത് ഇറാൻ നിശ്ചയിച്ച പാതയിലൂടെ ഇതുവരെ ഹോർമോസ് വഴിയുള്ള കപ്പലുകൾ പുറത്തു പോയത്. അതായത് കപ്പലുകൾ ഇറാൻ തീരത്തെത്തി പരിശോധന പൂർത്തിയാക്കി പണമടച്ചു പോകും. ഇതിനെതിരെയാണ് US ഉപരോധം. ഇതുപോലെ USന്റെ പടക്കപ്പലുകളും മറ്റുമായി 14 കപ്പലുകൾ. അവർ നിൽക്കുന്നത് ഇതുപോലെ ഗൾഫ് ഓഫ് ഒമാനും അറബിക്കടലിനും ഇടയിലാണ്. ഇറാനിൽ നിന്നും നേരെ വരുന്ന കപ്പലുകളെ അവർ മടക്കി അയക്കും. ഇവർ നിൽക്കുന്ന കടൽ ഭാഗത്ത് നിന്നും ഇറാൻ തീരത്തേക്കുള്ളത് വെറും 200 കിലോമീറ്റർ മാത്രമാണ്. യുദ്ധം പുനരാരംഭിച്ചാൽ അതിവേഗം മിസൈലുകളും ആക്രമണവും നടത്താവുന്ന ദൂരമാണിത്. കഴിഞ്ഞ ദിവസം ഹോർമോസ് തുറന്നതായി ട്രംപ് പറഞ്ഞെങ്കിലും ഇറാനിയൻ തീരത്തെ നിരീക്ഷണവും ഉപരോധവും US തുടരുകയാണ്. ഇതാണ് ഹോർമോസ് വീണ്ടും അടക്കാൻ കാരണമായി ഇറാൻ പറയുന്നത്. അതിനാൽ കാര്യം ഇത്രയുമാണ്. പറയുന്നതല്ല ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത്. പശ്ചിമേഷ്യയിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുകയാണ്. ഹോർമോസിലേക്ക് എന്തായാലും നിലവിൽ പ്രവേശിക്കാതെയാണ് USന്റെ പ്ലാനുകൾ. ഹോർമോസിൽ പ്രവേശിച്ചാൽ ഉയരമുള്ള ഇറാനിയൻ കുന്നുകളിൽ നിന്നും എളുപ്പത്തിൽ US കപ്പലുകളെ ലക്ഷ്യം വെക്കാം. പുറമെ നിന്ന് ആക്രമിച്ചാലും പ്രതിസന്ധിയുണ്ട്. ഇറാന്റെ തൊട്ടപ്പുറത്തുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് വീണ്ടും ആക്രമണം നടന്നാൽ സമ്പൂർണ്ണമായി തടയാൻ USന് കഴിയാതെ വരും. അതുകൂടി മുന്നിൽ കണ്ട് US ചില നീക്കങ്ങൾ നടത്തുമെന്നാണ് US മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇപ്പോൾ US നടപ്പാക്കാൻ ഒരുങ്ങുന്നത് മറ്റൊരു അസാധാരണമായ നീക്കമാണ്. ഇറാൻ ബന്ധമുള്ള ഓയിൽ ടാങ്കറുകളിലേക്ക്
US സൈനികർ കയറി പരിശോധന നടത്തുക. അന്താരാഷ്ട്ര സമുദ്രമേഖലയിൽ വാണിജ്യ കപ്പലുകൾ പിടിച്ചെടുക്കുകയും ചെയ്യാനുള്ള ആസൂത്രണങ്ങൾ നടക്കുന്നുണ്ട്. വാൾ സ്ട്രീറ്റ് ജേണലാണ് ഇത് സംബന്ധിച്ച എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇത് ഹോർമുസിനപ്പുറം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു ക്യാമ്പയിൻ ആയിരിക്കും. ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ പറഞ്ഞത്, ഇറാനിയൻ പതാകയുള്ളതോ ഇറാന് പിന്തുണ നൽകുന്നതോ ആയ ഏതൊരു കപ്പലിനെയും സജീവമായി പിന്തുടരും എന്നാണ്. ഡാർക്ക് ഫ്ലീറ്റ് എന്നറിയപ്പെടുന്ന ഉപരോധം ഒഴിവാക്കി പ്രവർത്തിക്കുന്ന ഇറാനിയൻ ഓയിൽ ടാങ്കറുകളാണ് പ്രധാന ലക്ഷ്യം. ഇത് എക്കണോമിക് ഫ്യൂരി എന്ന ട്രംപ് ഭരണകൂടം വിശേഷിപ്പിക്കുന്ന പുതിയ ഘട്ടമായിരിക്കും. പക്ഷേ ഇതെത്രമാത്രം വിജയിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. യുറേനിയം വിട്ടുകൊടുക്കില്ലെന്ന് ഇറാൻ ഉറച്ചു പറയുകയാണ്. ഇതിനിടയിൽ US നടത്തുന്ന നീക്കങ്ങൾ കൂടുതൽ അക്രമാസക്തമാകും. ട്രംപ് പറയുന്നത് ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം US കൈമാറാൻ സമ്മതിച്ചു എന്നാണ്. ഇറാൻ ഇത് നിഷേധിച്ചു. US ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ സാഹചര്യത്തിൽ സ്പെഷ്യൽ ഫോഴ്സുകളെ ഉപയോഗിച്ച് ഇറാനിലെ യുറേനിയം സംഭരണ കേന്ദ്രങ്ങളിലേക്ക് ലാൻഡിംഗ് നടത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടെന്നാണ്. 100-ലേറെ സൈനികരെയെങ്കിലും നഷ്ടപ്പെടുമെന്ന ഭയം മാത്രമാണ് US മുന്നിലുള്ള വെല്ലുവിളി. ആൾനാശം കുറച്ച് അതെങ്ങനെ നടപ്പാക്കാമെന്നതാണ് ഇപ്പോൾ US ചിന്ത. ഇതിനായി ഹോർമോസ് കടലിടുക്കിന് സമീപമുള്ള ദ്വീപുകളിലും തീരപ്രദേശങ്ങളിലും ഓപ്പറേഷനുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം ഇറാൻ ബന്ധമുള്ള കപ്പലുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുവാനുള്ള നീക്കവും തീവ്രമാക്കുകയാണ്. US ട്രഷറി വകുപ്പ് ഇറാനെതിരായ സാമ്പത്തിക ഉപരോധം ശക്തമാക്കാനുള്ള ശ്രമങ്ങളിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതെല്ലാം ഇറാനെ സമ്മർദ്ദത്തിലാക്കാനുള്ള പ്രൊപ്പഗണ്ടയെന്ന് കരുതുന്നവരും കുറവല്ല. ഈ ഉപരോധവും സൈനിക സമ്മർദ്ദവും തുടരുന്നത് പല പ്രത്യാഘാതങ്ങളും ആഗോള വിപണിയിൽ സൃഷ്ടിക്കും. വീണ്ടും ഉപരോധത്തിലേക്ക് പോയാൽ ഇറാൻ പ്രതികാര നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ഹോർമോസ് കടലിടുക്ക് സമ്പൂർണ്ണമായി അടക്കുകയോ US ഗൾഫ് സഖ്യകക്ഷികളുടെ എണ്ണ സൗകര്യങ്ങളിൽ ആക്രമണം നടത്തുകയോ ചെയ്യാം. മിസൈൽ ആക്രമണങ്ങൾക്ക് ഇറാൻ ഇപ്പോഴും തയ്യാറെടുക്കുകയാണ്. യുദ്ധം തുടർന്നാൽ ചൈനയുമായുള്ള US ബന്ധവും കൂടുതൽ വഷളാകും. യുദ്ധം നീണ്ടാൽ US സൈനികരുടെ ആത്മധൈര്യത്തെ ബാധിക്കുകയും ചെയ്യും. ഫലത്തിൽ അനിശ്ചിതത്വമാണ് ഇപ്പോഴും സ്ഥിതി. യുദ്ധമായാലും സമാധാനമായാലും സാഹചര്യങ്ങളെ നേരിടാൻ ഇറാൻ ഒരുങ്ങുകയാണ്. അതാണ് ഇപ്പോഴത്തെ ബലം പിടുത്തങ്ങൾക്കും കാരണമെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആയിരക്കണക്കിന് മീഡിയം ഷോർട്ട് റേഞ്ച് മിസൈലുകൾ ഇപ്പോഴും ഇറാന്റെ കൈവശമുണ്ട്. ഭൂഗർഭ സംഭരണ കേന്ദ്രങ്ങളിൽ നിന്ന് ലോഞ്ചറുകൾ പുറത്തെടുക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഇതിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ റോയിട്ടേഴ്സ് ഇതുപോലെ പുറത്തുവിട്ടിരുന്നു. ഫലത്തിൽ വെടിനിർത്തൽ ഇറാന് കൂടുതൽ സമയം ഒരുങ്ങാനായി നൽകിയിട്ടുണ്ട്. ഇത് അബദ്ധമായോ എന്ന ചിന്ത ട്രംപിന് ഇപ്പോഴുണ്ട്. അതും യുദ്ധം പുനരാരംഭിക്കാൻ തടസ്സമാണ്. തോളിലേറ്റ് ഉപയോഗിക്കാൻ ഇറാന്റെ കൈവശമുള്ള ആന്റി ടാങ്ക്, ആന്റി എയർ മിസൈലുകൾക്ക് US വിമാനങ്ങളെയും ഡ്രോണുകളെയും ലക്ഷ്യം വെക്കാൻ കഴിയുമെന്നാണ് പെന്റഗണിന്റെ പുതിയ വിലയിരുത്തൽ. ഇതും യുദ്ധത്തിൽ US വെല്ലുവിളിയാണ്. ഇതിനിടെ ഹോർമോസ് കടലിടുക്കിൽ നിയന്ത്രണം ശക്തമാക്കി ഗൺബോട്ടുകൾ ഉപയോഗിച്ച് ഇറാൻ കപ്പലുകൾക്ക് നേരെ വെടിവെക്കുന്നതും തുടരുകയാണ്. യുദ്ധം പൂർണ്ണമായി ആരംഭിക്കാൻ ഇറാനും താൽപ്പര്യമില്ല. എങ്കിലും സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഇറാൻ. ഇതുവരെ US ആണ് കാര്യങ്ങൾ തീരുമാനിച്ചതെങ്കിൽ ഇപ്പോൾ ഇറാന് കൂടുതൽ ശക്തി വന്നുവെന്നാണ് US മാധ്യമങ്ങൾ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് ട്രംപിന് മാധ്യമങ്ങളോടുള്ള കലി.
റോയിട്ടേഴ്സ്, അൽ ജസീറ, വാൾ സ്ട്രീറ്റ് ജേണൽ, വാഷിംഗ്ടൺ പോസ്റ്റ് തുടങ്ങിയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ഒന്നിച്ചു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. ഇസ്രായേലി മാധ്യമങ്ങളായ ടൈംസ് ഓഫ് ഇസ്രായേലും ചാനൽ 12 ഇത് തന്നെ പറയുന്നു. ട്രംപ് ഭരണകൂടം സമാധാനം എന്ന മുഖം മൂടി ധരിച്ചുകൊണ്ട് തന്നെ ഇറാന് വലിയ സാമ്പത്തിക സൈനിക സമ്മർദ്ദം ചെലുത്തുകയാണ്. വെടിനിർത്തൽ കാലാവധി ഈ ആഴ്ച അവസാനിക്കാനിരിക്കെ പാകിസ്ഥാൻ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ ആരംഭിക്കാൻ സാധ്യതകൾ ബാക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ യുഎസിന്റെ മാക്സിമലിസ്റ്റ് നീക്കങ്ങൾ മേഖലയിൽ സംഘർഷത്തിന് കോപ്പുകൂട്ടുകയാണ്. യുദ്ധം നീട്ടിവെക്കുകയോ പുതിയ തീപ്പൊരി ഉണ്ടാക്കുകയോ ചെയ്യുമോ എന്ന ആശങ്കയാണ് ഗൾഫിൽ ഒന്നാകെയുള്ളത്. സമാധാനത്തിന്റെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഇടയിലെ ഈ വൈരുദ്ധ്യം ഇറാൻ യുദ്ധത്തിന്റെ ഏറ്റവും വിചിത്രമായ അധ്യായമായി മാറുകയാണ്. ഇത് തിരിച്ചറിഞ്ഞാണ് ഇറാൻ ഇപ്പോൾ കൂടുതലായി IRGCയുടെ നേതൃത്വത്തിൽ ബലം പിടിച്ചുള്ള നിലപാടുകളിലേക്ക് പോകുന്നത്. സമാധാനത്തിന്റെ ശ്രമം ഒരു വശത്തുണ്ടെങ്കിലും മറുവശം അങ്ങനെയല്ല. ഇറാനൊപ്പം ഇസ്രായേൽ ഉൾപ്പെടെ ഒരുങ്ങി നിൽക്കുന്നു. ഇതിനിടയിലുള്ള ഭൂരിഭാഗം ഗൾഫ് രാജ്യങ്ങൾ ഹോർമൂസ് പഴയപടിയാക്കി സംഘർഷം അവസാനിപ്പിക്കണമെന്ന നിലപാടിലാണ്. യുദ്ധം ഒരാളെയും ജയിപ്പിച്ചിട്ടില്ല. ഗസയിലും ലെബനോനിലും ഇറാഖിലുമെല്ലാം പാഠങ്ങളുണ്ടെങ്കിലും ഇസ്രായേലിന് വേണ്ടി തുടങ്ങിവെച്ച ഈ യുദ്ധം ട്രംപിന് അവസാനിപ്പിക്കൽ അത്ര എളുപ്പമാകില്ല. അതാണ് ട്രംപിന്റെ മാഗ ക്യാമ്പയിൻ ടീമും പറയുന്നത്.